ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് SSC CGL-ഉമായിട്ട് റിലേറ്റ് ചെയ്ത കഴിഞ്ഞ 2024 CGL-ന്റെ എന്താണ് പല സ്റ്റേജുകളിലായിട്ട് നടന്ന ഷിഫ്റ്റുകളിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മിക്സഡ് ആണ്. ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ തന്നെ പൊളിറ്റി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിന്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ തൊട്ട് കഴിഞ്ഞ വർഷത്തെ CGL-ന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ PYQ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ടോപ്പിക് അറിയാത്തവരെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ടോപ്പിക്ക് ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ കിട്ടാത്തത് ആ ടോപ്പിക്ക് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ് കഴിയുമ്പോൾ അതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ SSC CGL-കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ PYQ സെഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മിക്സഡ് സെക്ഷൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ എമോങ് ദ ഫോളോയിങ് ഡിവൈസ്ഡ് ദ സിസ്റ്റം ഓഫ് സബ്സിഡറി അലയൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനിൽ നമുക്ക് ലോർഡ് വെല്ലസ്ലി ഉണ്ട്, ലോർഡ് കാനിങ് ഉണ്ട്, ലോർഡ് വില്യം ബെന്റിക് ഉണ്ട്, ലോർഡ് ഡെൽഹൌസി ഉണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ്? സബ്സിഡറി അലയൻസ് ആരാണ് കൊണ്ടുവന്നെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ നമുക്കിത് തിയറി പഠിക്കുന്നവർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുന്നത് അല്ലേ? വെറുതെ നമുക്ക് ഒന്നും നോക്കാത്തവർക്ക് എഴുതാനായിട്ട് പറ്റില്ല. ആൻസർ എന്താ? സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്ന ആരാ? ലോർഡ് വെല്ലസ്ലി ആണ് അല്ലെ? ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത്. 1798 ലോർഡ് വെല്ലസ്ലി സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത്. സബ്സിഡറി അലയൻസ് എന്താണ് അവർ പറഞ്ഞത്? അത് വഴി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ അറിയാം. നമ്മുടെ ഇവിടുത്തെ എന്താണ് പ്രൊവിൻഷ്യൽ നാട്ടുരാജാക്കന്മാരെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധങ്ങളാണ് അല്ലെ? അപ്പൊ ഇവര് പറഞ്ഞത് ഇവരുടെ കയ്യിൽ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സും അതുപോലെ എന്താണ് യുദ്ധത്തിന് ആവശ്യമായ സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് പ്രൊവിൻസ് ഒപ്പുവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ഒരു ആർമി ബേസ് ക്യാമ്പ് ഉണ്ടാവും. ആ ആർമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്കുള്ള സാലറി നിങ്ങൾ കൊടുക്കണം. ആരാണ്? നമ്മുടെ നാട്ടുരാജാക്കന്മാര് കൊടുക്കണം. പകരം എന്താണ്? ഞങ്ങൾ എന്തെങ്കിലും യുദ്ധം വരുവാണെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യണം? അതിൽ നിന്നും സംരക്ഷിക്കും. അപ്പോ സബ്സിഡറി അലയൻസ് പ്രകാരം വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇവരുടെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അവരുടെ കോർട്ടിൽ എന്താണ് നിയമിക്കണം. ഇവരുടെ എല്ലാ സാലറി നമ്മുടെ എന്താണ് പ്രൊവിൻസിൽ നിന്ന് കൊടുക്കണം. അതാണ് അതിന്റെ ഒരു സബ്സിഡറി അലയൻസിന്റെ ഒരു പ്രത്യേകത. ഇനി ഇവര് പൈസ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരെ ആ നാട്ടുരാജ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരോട് ചേർക്കപ്പെടും. അതാണ് സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത് ലോർഡ് വെല്ലസ്ലി ആണ് അല്ലെ? ഇതിൽ ഓരോരുത്തരും ഓരോന്ന്. ഈ ലോർഡ് വില്യം ബെന്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തറിയാം? 1729 ഇന്ത്യയിൽ സതി അബോളിഷ് ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ സതി അബോളിഷ് ചെയ്തത് ലോർഡ് വില്യം ബെന്റിക് ആണ്. ലോർഡ് വില്യം ബെന്റിക് ആണ്. ഇനി 1848 ഇന്ത്യയില് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ലോർഡ് ഡെൽഹൌസി ആണ് അല്ലെ? ലോർഡ് ഡെൽഹൌസി ആണ്. എന്താണ്? അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യമാണെങ്കിൽ എന്ത് ചെയ്യും? അത് ദത്തെടുത്തിട്ടുള്ള ഒരു പുത്രനാണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ അവരത് സമ്മതിക്കില്ല. പകരം അത് നമ്മുടെ കമ്പനിയുടെ പ്രൊവിൻസിനോട് ആഡ് ചെയ്യണമെന്നാണ് ലോർഡ് ഡെൽഹൌസിയുടെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പ്രകാരം പറഞ്ഞത്. അത് 1856 ലോർഡ് കാനിങ് ആണ് അത് എന്താവുന്നത്? അത് നിർത്തലാക്കുന്നത്. ലോർഡ് കാനിങ് ആണ്. അപ്പൊ അത്രയൊന്ന് ഓർത്ത് വെച്ചേക്കുക. കുറെ ഉണ്ട്. ബ്രിട്ടീഷ് പോളിസീസ് എന്ന് പറഞ്ഞ പ്രത്യേകം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1798 ഇവിടെ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലി ആണെന്ന് പഠിച്ചു അല്ലെ? 1729 ഇവിടെ സതി അബോളിഷൻ കൊണ്ടുവന്നത് ലോർഡ് വില്യം ബെന്റിക് ആണെന്ന് പഠിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയും ഒക്കെയാണ്. ലോർഡ് ഡെൽഹൌസി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്താ പഠിച്ചേ? 1848 ഇവിടെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞ അടുത്തൊരു പോളിസി. അത് ബ്രിട്ടീഷ് അനക്സേഷൻ പോളിസികളിൽ വരുന്നതാണ് കേട്ടോ. ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പം ലോർഡ് ഡെൽഹൌസി പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനന്തരാവകാശി ഇല്ല, നിങ്ങൾ ദത്തെടുത്ത അനന്തരാവകാശിയാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് രാജ്യം കൊടുക്കാൻ പറ്റില്ല. ആ പോർഷൻ ബ്രിട്ടീഷ് ഇന്ത്യയായിട്ട്
അനക്സ് ചെയ്യണമെന്നാണ് ലോർഡ് ഡൽഹൌസി പറഞ്ഞത്. അതനുസരിച്ചാണ് റാണി ലക്ഷ്മിബായിയുടെയും അതുപോലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് 1857 റിവോൾട്ടിലേക്കൊക്കെ നയിക്കുന്നതിന് റീസൺ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് അനക്സേഷൻ പോളിസിയാണ് എന്ന് പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സബ്സിഡറി അലയൻസ് ആരാണ് കൊണ്ടുവന്നതെന്നാണ്. ആൻസർ ലോർഡ് വെല്ലസ്ലി ആണ്, ലോർഡ് വെല്ലസ്ലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which article of the Indian Constitution prohibits providing of any religious instruction in the educational institutions maintained by the സ്റ്റേറ്റ് എന്നാണ്. അപ്പൊ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിൽ, അതായത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ, ഈ സ്റ്റേറ്റ് എന്താണ്, ഗവൺമെന്റ് എന്നാണ് ഈ സ്റ്റേറ്റിന്റെ മീനിങ് കേട്ടോ, അല്ലാതെ നമ്മുടെ സംസ്ഥാനം എന്നുള്ള മീനിങ് അല്ല. അപ്പൊ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു റിലീജിയസ് അഫയേഴ്സും എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ആർട്ടിക്കിൾ 29, 28, 30, 31. അപ്പൊ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടായിരുന്നു. നമുക്ക് എന്താ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിഞ്ഞിരുന്നാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഓരോന്നും എത്ര, നമുക്ക് ഇപ്പൊ ടോട്ടലി 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലേ ഉള്ളത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സും ഏത് തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എത്ര തൊട്ട് എത്ര വരെ, 25 തൊട്ട് 28 വരെയാണെന്നുള്ള ഒരു ബോധമുള്ള ഒരു മനുഷ്യന് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് ഉത്തരം എഴുതാം. ആർട്ടിക്കിൾ 28 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫ്രീഡത്തിനകത്താണ് ആർട്ടിക്കിൾ 29ഉം 30ഉം വരുന്നത്. ആർട്ടിക്കിൾ 29ഉം 30ഉം ഒക്കെ വരുന്നത് അല്ലെ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കണ്ടുപിടിക്കാനുള്ള ഒരു റെമഡീസിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 32 ആണ്. അപ്പോ 31 റിപ്പീലാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നോർമലി ഈ 28 എന്താണ് നമ്മൾ അറിയേണ്ടത്, റിലീജിയസുമായിട്ട് റിലേറ്റ് ചെയ്ത് 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിൾ ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലെ. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ, റൈറ്റ്സ് ടു ഇക്വാലിറ്റി അല്ലെ, റൈറ്റ്സ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ്സ് ടു ഇക്വാലിറ്റി. നമുക്ക് ടോട്ടലി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3ലാണ് വരുന്നത് അല്ലെ. പാർട്ട് 3ല് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. റൈറ്റ്സ് ടു ഇക്വാലിറ്റി, റൈറ്റ്സ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. ഇനി റൈറ്റ് ടു റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അടുത്തത് വരുന്നു, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നു, റിലീജിയൻ. പിന്നെന്താ, റൈറ്റ് ടു ഫ്രീഡം നേരത്തെ പറഞ്ഞതുപോലെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് അടുത്തത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ. പിന്നെ അടുത്ത അവസാനം വരുന്ന ഏതാണ്, നമുക്ക് റെമഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് അടുത്തത് വരുന്നത്. അതിനകത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് എത്ര തൊട്ടാണ്, 14 തൊട്ട് 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. റൈറ്റ് ടു ഫ്രീഡമോ 19, 20, 21. റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനോ 23ഉം 24ഉം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനോ 25, 26, 27, 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സോ 29, 30. 31 റിപ്പീൽഡ് ആണ്. 32ആണ് റൈറ്റ് എഗനിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ, ഈ ഹെഡിങ്ങും ഏതൊക്കെ ആർട്ടിക്കിൾ ആണെന്ന് പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ലായിരുന്നോ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്, പൊളിറ്റി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടുന്ന നോളജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്ട് ഉണ്ട്, 25 പാർട്സ് ഉണ്ടെങ്കിൽ ആ 25 പാർട്സിന്റെയും പാർട്ട് 1 എന്താണ് അതിന്റെ ഹെഡിങ്, അത് ഇത്ര തൊട്ട് ഇത്ര ആർട്ടിക്കിൾ വരെ, ആ 25 വരെ നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. അതുപോലെ തന്നെ ഷെഡ്യൂൾസ് ഇപ്പം 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളതെങ്കിൽ ഓരോ
ഷെഡ്യൂൾസ് ഓരോ ഒന്നാമത്തെ ഷെഡ്യൂളിൽ എന്താണ്, രണ്ടാമത്തെ ഷെഡ്യൂൾ അതും അറിഞ്ഞു വെച്ചേക്കുക. ഇത്രയും അറിയാമെങ്കിൽ ബേസിക്കലി ഒരു SSCയുടെയും RRBയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതൊന്നും അല്ലാത്തത്, അതും ഈ പാർട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ ഒരുവിധമൊക്കെ അങ്ങനത്തെ ആൻസർ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഏത് പോർഷനിൽ വരുന്നതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പാർട്ട് ഇത്ര തൊട്ട് ഇത്ര വരെ ആർട്ടിക്കിൾ വരെയാണ് ഇന്ന പോർഷനിൽ വരുന്നതെന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ഏറ്റവും ബേസിക് ആയിട്ട് അതാണ് പഠിച്ചു വെക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് അവകാശം തരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25 അല്ലെ, ആർട്ടിക്കിൾ 25. പിന്നെ റിലീജിയസ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത ആർട്ടിക്കിൾ 26 ആണ്. 27-ൽ പറയുന്നു നമ്മൾ ഒരു മതം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് 27-ൽ പറയുന്നു. 28-ലാണ് പറയുന്നത് നിങ്ങൾ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഗവൺമെന്റ് നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയാൻ പാടില്ല. ഇൻ കേസ് ഇനി ഏതെങ്കിലും റിലീജിയസുമായിട്ട് റിലേറ്റ് ചെയ്ത എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ അവരുടെ ആചാരങ്ങൾ എന്താണ് അവർക്ക് നടപ്പിലാക്കുന്നതിന് അത്ര പ്രശ്നം പറയുന്നതുമില്ല. ഈ രണ്ടും പറയുന്ന ആർട്ടിക്കിൾ 28-ലാണ് കേട്ടോ. പിന്നെ എന്താണ് ന്യൂനപക്ഷങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് 29, 30 പറയുന്നത്. ഇതൊക്കെ മൊത്തം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് തൊട്ട് 51A വരുന്ന എന്താണ് 4A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരെ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ട്രാൻസ്ഫേർഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ദ ബ്രിട്ടീഷ് ക്രൗൺ? ഒരുപാട് പേർക്കും ഈ ഉത്തരം കിട്ടി കാണും. ചാർട്ടർ ആക്ട് ഓഫ് 1833, റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നമുക്കറിയാം 1857 നമുക്ക് ഇവിടെ എന്താ നമ്മള് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു അല്ലെ, റെവല്യൂഷൻ ഓഫ് 57 ഉണ്ടാകുന്നു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് അതുവരെ നമുക്ക് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടല്ല. അങ്ങനെ ഇവിടെ ഒരു റിവോൾട്ട് നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഓൾറെഡി നേരത്തെ 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട്, ഈ റെഗുലേറ്റിംഗ് ആക്ട് ആര് കൊണ്ടുവരുന്നയാ, ബ്രിട്ടീഷ് ക്രൗൺ കൊണ്ടുവരുന്നതാണ്. ആരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കമ്പനി പോയി ഒരു ടെറിട്ടറി പിരിച്ചെടുക്കുക എന്നുള്ളത് വെറുതെ അവർ വിട്ടില്ല. പയ്യെ 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 കമ്പനിയുടെ അവകാശങ്ങൾ കുറച്ചു കുറച്ചുകൊണ്ട് വന്നു. അങ്ങനെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1858 ഒരു ആക്ട് കൊണ്ടുവരുന്നു. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫുള്ളി അഡ്മിനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നേരെ നമ്മുടെ ഇന്ത്യയുടെ പോർഷൻസ് ആയിട്ടുള്ള ടെറിട്ടറീസ് എല്ലാം ബ്രിട്ടീഷ് ക്രൗണിന്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്നത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. ഇതിനെ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. ക്വീൻസ് പ്രൊക്ലമേഷൻ വഴിയാണ് എന്ത് പറയുന്നത്, ഇനി ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ക്വീൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്നു. എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, 1857 റിവോൾട്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, ശിപായി ലഹള എന്നൊക്കെ വിളിക്കുന്ന, നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിവോൾട്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കാനായിട്ട് വരുന്നത്. അത് ഏത് ആക്ട് വഴി വന്നെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നിങ്ങൾ ഈ ആക്ടുകളെല്ലാം ഒരുവിധം ഒന്ന് നോക്കിക്കൊണ്ട് പോകണം. ചാർട്ടർ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇനി വരുന്നുണ്ട് കുറെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ലാസ്റ്റ് വരുന്നത് 1935 നമുക്ക് ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞ പേര് ലാസ്റ്റിൽ വരുന്നത് കേട്ടോ. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് നിയമിക്കുന്ന 1947 നമ്മുടെ സ്വാതന്ത്ര്യം തരുന്ന ആ ഒരു ആക്ട് ആണ്, ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവര് കൊണ്ടുവരുന്ന നിയമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വായിക്കാൻ പറ്റുന്നത് പോലെ ആദ്യമായിട്ട് വരുന്നതാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കുന്ന വഴിക്ക് ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് ആർട്ടിക്കിൾ 77 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എന്താണ്, ആർട്ടിക്കിൾ 77 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നതാണ്. 77 ടേം ഓഫ് ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ആണോ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ പറ്റിയാണോ,
ഓത്ത് ഓഫ് ഓഫീസ് ബൈ ദ വൈസ് പ്രസിഡന്റ് ആണോ, കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ, ഇതിൽ ഏതാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 77 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ നമുക്ക് സുഖമായിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ വൈസ് പ്രസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഈ ആൻസർ കിട്ടുമായിരുന്നു. ഈ ആർട്ടിക്കിൾ 77 കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 77 ആണ് പറയുന്നത്. ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്, നമുക്കൊരു വൈസ് പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ, 63 അല്ലെ. 63 വൈസ് പ്രസിഡന്റ് വേണം എന്ന് പറയുന്നത് അല്ലെ. 67 ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് പറയുന്നത്. 67 69 ഓത്ത് ഓഫ് വൈസ് പ്രസിഡന്റ് പറയുന്നത്. 63 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. 63 തൊട്ടാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ് 67 ആണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ 63. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് വേണമെന്നൊക്കെ പറയുന്നത് അല്ലെ. ഓത്ത് ഓഫ് ഓഫീസ് ബൈ ദ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് 69 ആണ്. പിന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തെടുക്കായിരുന്നു. കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 77 ആണ്. ആർട്ടിക്കിൾ 77 ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് വാസ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് കണ്ടക്ടഡ്. ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആരുടെ നേതൃത്വത്തിലാണെന്നാണ് ഓപ്ഷൻ. റാഷ് ബിഹാരി ബോസ് ഉണ്ട്, ബദൽ ഗുപ്ത, ഹെമു കലാനി, സൂര്യാസൻ. അപ്പോ എന്താണ് സൂര്യാസെന്നുമായിട്ട് റിലേറ്റ് ചെയ്ത ഇതിന്റെ ആൻസർ വരുന്നത് സൂര്യാസെൻ ആണ്. എല്ലാവർക്കും ഒരുവിധം കുറെ പേർക്ക് ബേസിക് ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും. ചിറ്റഗോങ് ആർമറി റെയ്ഡ് ഈസ് റിലേറ്റഡ് ടു സൂര്യാസെൻ അല്ലെ. ചിറ്റഗോങ് ബംഗാളിലെ ചിറ്റഗോങ്ങില് എന്താ ഒരു ഇവരുടെ പോലീസ് സ്റ്റേഷനിലുള്ള എന്താണ് ഇവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂര്യാസെന്നും കൂട്ടരോടെ. സൂര്യാസെന്നിന്റെ ഒരു ആർമി ഉണ്ട്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. സൂര്യാസെൻ ആണ് ആൻസർ കേട്ടോ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ചോദിക്കും. സൂര്യാസെൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഈ സൂര്യാസെന്നും കൂട്ടർ 1930 ഏപ്രിൽ 18 ഇങ്ങനെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 18 എന്താ, ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഇവര് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവർ ആയുധപ്പരയിൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ കണ്ടുപിടിച്ച് അത് എടുത്തോണ്ട് പോവുക, റെയ്ഡ് ചെയ്തെടുത്തോണ്ട് പോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോ ഇവർക്ക് ഓൾറെഡി ഇവർ അതിനു വേണ്ടിയിട്ട് കുറച്ച് എന്താ ടെലിഫോൺ സിസ്റ്റംസ് ഒക്കെ ഡിസ്കണക്ട് ചെയ്യും. അതൊക്കെ വിജയിക്കും. ഇവര് റെയ്ഡ് നടത്തും, അതും വിജയിക്കും. പക്ഷെ ഇവർക്ക് എന്താണ് ഈ വെടിക്കോപ്പുകൾ കണ്ടെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിന് പറയാ, ഈ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല. അതുമായിരുന്നു ഇതിന്റെ ഒരു ഫെയിലിയർ. ഇവർ ഓൾറെഡി കുറച്ച് ആയുധങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പുറത്തു വരുന്നു. അതുവരെ ഒന്നും ആരും അറിയില്ല കാര്യങ്ങളൊന്നും. പോലീസ് സ്റ്റേഷനിൽ പുറത്തു വന്ന് സൂര്യാസെൻ ഒരു സല്യൂട്ടൊക്കെ സ്വീകരിച്ച് പിന്നീട് ഇവര് പല ഭാഗത്തേക്ക് ഇവരെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരിൽ ഭൂരിഭാഗം പേര് പിടിക്കപ്പെടും കേട്ടോ, പിടിക്കപ്പെടുന്നുണ്ട്. ഈ ആർമറി റെയ്ഡ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇവർക്ക് ഇതിന്റെ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കാനായിട്ട് പറ്റില്ല. അതായിരുന്നു അതിന്റെ ഒരു ഫെയിലിയർ. 1930 ഏപ്രിൽ 18 സൂര്യാസെൻ ആണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ദ ഫസ്റ്റ് സൗത്തേൺ ക്യാമ്പയിൻ ഓഫ് അലാവുദ്ദീൻ ഖിൽജി ഇൻ 1307 to 08. അത് 1307 തൊട്ട് 1308 വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അലാവുദ്ദീൻ ഖിൽജി എവിടെയുള്ളതാണ്? അലാവുദ്ദീൻ ഖിൽജി സുൽത്താനേറ്റിൽ, ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ പഠിക്കില്ലേ, ഡൽഹി സുൽത്താനേറ്റിലുള്ളയാണ് ആര്, അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് അല്ലെ. അലാവുദ്ദീൻ ഖിൽജി ഏത് ഡൈനാസ്റ്റിയിലുള്ളതാണ്? ഖിൽജി ഡൈനാസ്റ്റിയിലുള്ളതാണ് അല്ലെ. ഖിൽജി ഡൈനാസ്റ്റിയിലാണ് അലാവുദ്ദീൻ ഖിൽജി ഉള്ളത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരു PYQ സെക്ഷനകത്ത് അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. 1296 തൊട്ട് 1316 വരെ ഇന്ത്യ ഭരിക്കുന്ന ഖിൽജി ഡൈനാസ്റ്റിയിലെ രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. സെക്കൻഡ് അലക്സാണ്ടർ എന്ന് സ്വയം പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി. സൗത്ത് സൈഡിലോട്ട് ഇറങ്ങി വന്ന്, അതായത് വിന്ധ്യ നിര താണ്ടി വന്ന്
യുദ്ധം ചെയ്ത് സൗത്ത് സൈഡ് ഒക്കെ കീഴടക്കിയ ഒരു ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു ഫസ്റ്റ് സൗത്തേൺ ക്യാമ്പയിൻ വരുന്നതെന്ന് പറയുന്നത് ദേവഗിരിയാണ്. ദേവഗിരി, ഓക്കെ, ദേവഗിരി റീജിയൻ ആണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ വാറങ്കൽ ആസ്ഥാനമാക്കിയിട്ടുള്ള കാകതീയ ഡൈനാസ്റ്റിയുമായിട്ട് ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരയിലെ പാണ്ഡ്യൻസുമായിട്ട് ഇദ്ദേഹം നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിലെ പാണ്ഡ്യൻസുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യുദ്ധം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കഥയൊക്കെ നല്ല രസമാണ്. നമ്മൾ ബേസിക്കലി ക്ലാസ്സിനകത്ത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധം, അതുപോലെ മാർക്കറ്റ് റീഫോംസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് റീഫോംസ്, കമ്പോള പരിഷ്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ രാജാവ് ആരാ അല്ലെങ്കിൽ സുൽത്താൻ ആരാ ചോദിക്കും. മാർക്കറ്റ് റീഫോംസ് ആരാണ്? മാർക്കറ്റ് റീഫോംസ് അലാവുദ്ദീൻ ഖിൽജി ആണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് റീഫോംസ് ഉണ്ട്. മാലിക് കഫൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സേനാനായകനാണ് അദ്ദേഹത്തെ അവസാനം വിഷം കൊടുത്ത് കൊല്ലുന്നത് കേട്ടോ. മാലിക് കഫൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സേനാനായകനാണ്. അതുപോലെ ദഗ് എന്നും ചെഹ്റ എന്നും രണ്ട് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ദഗ്, ചെഹ്റ, ഇത് ID കാർഡ് സിസ്റ്റം ആണ്. ചെഹ്റ എന്ന് പറയുന്നത് ID കാർഡ് സിസ്റ്റം ആണ്. ദഗ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണ്. ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണ് ദഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. സെക്കൻഡ് അലക്സാണ്ടർ എന്ന് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. 1296 മുതൽ 1316 വരെ ഇന്ത്യ ഭരിക്കുന്ന സുൽത്താൻ ഖിൽജി വംശത്തിലെ പ്രഗത്ഭനായ രാജാവാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിഷ്കാരം മാർക്കറ്റ് റീഫോംസ് ആണ്. എന്ന് വെച്ചാൽ തോന്നിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല. ഓരോ സാധനങ്ങൾക്കും വില നിശ്ചയിച്ചു കൊടുത്ത് എന്താണ് ഇന്ന സാധനത്തിന് ഇത്ര വില എന്ന് അദ്ദേഹം തന്നെ നിശ്ചയിച്ചു കൊടുത്ത് അങ്ങനെ ഓപ്പൺ മാർക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രത്യേകത. ആദ്യം അദ്ദേഹം സൗത്തേൺ സൈഡിൽ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത് ദേവഗിരിയാണ് കേട്ടോ. ദേവഗിരി. വാറങ്കൽ വന്നിട്ട് കാകതീയ ഡൈനാസ്റ്റിയുടെ ആസ്ഥാനമാണ്. മധുരയിൽ വന്നിട്ട് പാണ്ഡ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവരുമായിട്ട് എല്ലാവരുമായിട്ടും ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. വിന്ധ്യ നിര താണ്ടി താഴേക്ക് വന്ന് യുദ്ധം ചെയ്തിട്ടുള്ള ഇവിടുന്ന് നമ്മുടെ കോഹിനൂർ രത്നമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി ഡൈനാസ്റ്റിയിലെ രാജാവാണ് ആരെന്ന് പറയുന്നത്, സുൽത്താനാണ് ആരെന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദഗ്, ചെഹ്റ സിസ്റ്റംസ്, മാർക്കറ്റ് റീഫോംസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിറ്റി പണി കഴിപ്പിച്ചത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി. അടുത്ത which of the following is not correct about directive principles of state policy? Directive principles of state policy നമ്മൾ എവിടെയാണ് പറയുന്നത്? പാർട്ട് 4 നമ്മൾ പറയുന്നത് അല്ലെ. പാർട്ട് 4 ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത്. ഓപ്ഷൻസ് എന്താ? They ensure social and economic development. They are justiciable in nature. They provide guidelines for the governance of the country. They are morally binding on the government. ഇത് ഇത്രയാണ് എന്ത് ഓപ്ഷനിലുള്ളത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഇത് ജസ്റ്റിഫയബിൾ ആണെന്നാണ് പറഞ്ഞത്. ദേ ആർ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ജസ്റ്റിസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാതെ നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നടപ്പിലാക്കിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. സോ ദേ ആർ നോട്ട് ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ. അതാണ് തെറ്റായിട്ടുള്ളത്. നോട്ട് കറക്റ്റ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ഓക്കെ, മോറലി ബൈൻഡിങ് ഓൺ ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. ഇത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓരോന്നും ആർക്കുള്ള നിർദ്ദേശങ്ങളാണ്? സ്റ്റേറ്റിനുള്ളതാണ്, ഗവൺമെന്റിനുള്ള നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ ഒരു നിയമം നടപ്പിലാക്കാൻ പോകുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ദേ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അത് ഒരിക്കലും ജസ്റ്റിസബിൾ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ആകെ ജസ്റ്റിസബിൾ ആയിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അന്ന് ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. ഡയറക്ട്ലി നമുക്ക് ഹൈക്കോടതിനെ, സുപ്രീം കോടതിനെ റിട്ടുകൾ വഴി എന്ത് ചെയ്യാൻ പറ്റും?
സമീപിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ല ജസ്റ്റിസബിൾ ഇൻ നേച്ചർ, ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആ ഒരു പോയിന്റ് അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞു ഓൾറെഡി ഇത് മോറലി ബൈൻഡിങ്, നടപ്പിലാക്കിയേ പറ്റൂ എന്നില്ല, മോറലി ബൈൻഡിങ് ഓൺ ദ ഗവൺമെന്റ് ആണ്. ഇത് ഗവൺമെന്റിന് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ആണ്, അതൊക്കെ ശരിയാണ്. പിന്നെ 36 തൊട്ട് 51 ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആർട്ടിക്കിൾ 1 തൊട്ട് ഇന്ന് തന്നെ പോയി പഠിക്കുക. ആർട്ടിക്കിൾ 1 തൊട്ട് 51A വരെ, 51A നിങ്ങൾക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്. 51A പിന്നെ കുഞ്ഞി ABC എന്ന് പറഞ്ഞ് പോകുന്ന 11 K വരെയുള്ള 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരെയുള്ള ആർട്ടിക്കിളുകൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതി കാണാതെ പഠിച്ച് കയ്യിൽ വെച്ചേക്കണം. ഓക്കെ, ഇത്ര ആർട്ടിക്കിൾസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഏതാ, പ്രസിഡന്റ് പഠിച്ചു വെക്കണം, അതുപോലെ എമർജൻസീസുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കണം, സുപ്രീം കോർട്ടുമായിട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ ഏകദേശം ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉത്തരം എന്താ, ദേ ആർ ജസ്റ്റിസബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്ന ആൻസർ ആണ് തെറ്റായിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റിസബിൾ അല്ല എന്നുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത നോക്കി, which article of the constitution explains that the executive power of every state shall be so exercised as not to impede or prejudice the exercise of the executive power of the union. പേടിക്കണ്ട ഇതൊന്നും കണ്ട്. എന്താണ് ആർട്ടിക്കിൾ പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു നിയമം നിർമ്മിക്കുന്ന, എവരി സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു നിയമം നമുക്ക് എന്താണ് ഫെഡറൽ സിസ്റ്റം ആണ്, യൂണിയനും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്താണ് യൂണിയൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് യൂണിയന്റെ നിയമങ്ങളെ എന്താണ് എക്സീഡ് ചെയ്യുന്ന രീതിയിലോ, എക്സിക്യൂട്ടീവ് പവർ നമ്മള് ഓരോ സ്റ്റേറ്റും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവറിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലോ അതിന്റെ തലതിരിച്ചോ ഒന്നും ആവാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 257 ആണ് കേട്ടോ. 257 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റാൻഡം ആയിട്ടാണ് ഇങ്ങനത്തെ ഒട്ടും നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ലാത്ത ആർട്ടിക്കിൾസ് ചോദിക്കുന്നത് കുറവാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് ആർട്ടിക്കിൾ 123 അറിയായിരിക്കും അല്ലെ. ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പവർ ഓഫ് പ്രസിഡന്റ് ആണ്. ഓർഡിനൻസ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 123 പറയുന്നത് ഓർഡിനൻസ് പവർ ഓഫ് പ്രസിഡന്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് 6 മാസത്തെ കാലാവധിയിലേക്ക് പ്രസിഡന്റിന് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ഈ ഓർഡിനൻസ് പിന്നെ നിയമം ആകണം എന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം പാർലമെന്റ് സമ്മേളനം നടത്തി 2 സഭകളും അംഗീകരിച്ച് പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടിയേ അതൊരു സാധാ ബില്ല് പോലെ എന്താവത്തുള്ളൂ, നിയമമാവത്തുള്ളൂ. പക്ഷെ ഓർഡിനൻസ് പവർ ഓഫ് ദി പ്രസിഡന്റ് 6 മാസത്തേക്കാണ് വാല്യുബിൾ. അത് 123 ആണ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 123 ആണ് ഓർഡിനൻസ് പവർ ഓഫ് ദ പ്രസിഡന്റ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 257 പഠിച്ചു വെച്ചേക്കുക. പിന്നെ 262 ജസ്റ്റ് റിവറുകളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിന് ഇടയ്ക്ക് ഒരു 6 റിവർ ആയിട്ട് നിങ്ങൾ ഓർക്കാമോ? അപ്പൊ 262 എന്താണ് അന്തർ സംസ്ഥാന റിവർ തർക്കങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ഒരു വട്ടം PYQ ചോദിച്ചിട്ടുണ്ട്. ഇത് 262 ആണ്. ആ ഒരു ആർട്ടിക്കിൾ കൂടി നമ്മൾ ഈ സെക്ഷനിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാമോ? 262, 123, 257 3 ആർട്ടിക്കിൾ കൂടി എക്സ്ട്രാ പഠിക്കാമോ? 257 ആണ്. സ്റ്റേറ്റ് ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അതൊരിക്കലും എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയനെ എക്സീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇംപെയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന്റെ മൂല്യം കുറയ്ക്കുന്ന രീതിയിലാവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 257 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ആർട്ടിക്കിളും ഒന്നും നമുക്ക് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ് അല്ലെ. 395 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ കുറെ എന്താണ് ഇപ്പോ എക്സ്ട്രാ അമെന്റ്മെന്റുകളൊക്കെ വരുത്തി 400-ലധികം അല്ലെ, 430-ലധികം ആർട്ടിക്കിളുകൾ ഇപ്പോൾ ഉണ്ട്. അത്രയും ഇരുന്ന് കാണാതെ പഠിക്കല് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് പഠിച്ചു വെച്ചേക്കാം. എക്സ്ട്രാ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ എക്സെപ്ഷൻ ആയിട്ടും കളഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഡസ് ദ ഹോട്ട് വിൻഡ് ലൂ ബ്ലോ? ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലൂ എന്ന് പറയുന്ന ഹോട്ട് വിൻഡ് എവിടെയാണ് വീശി അടിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാദേശിക വാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ എപ്പോഴും
SSC RRB ക്വസ്റ്റ്യനുകളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലോക്കൽ വിൻഡുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന നോർമലി പറഞ്ഞു വെച്ചേക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതെപ്പോഴും ആൻസർ ലൂ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷനിൽ എന്തുണ്ട്? വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റേൺ. സൗത്ത് വരുന്നോണ്ട് നമ്മൾ എന്തായാലും അത് വെട്ടിക്കളയും. ഇനി ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ. ഈസ്റ്റ് അല്ല, സൗത്ത് സൗത്ത്. അപ്പൊ ആകെ നോർത്ത് വരുന്നത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ ആണ് ലൂ വീശുന്നതെന്ന്. നിങ്ങൾക്ക് കുറച്ച് ലോക്കൽ വിൻസ് നോക്കുന്നു. ലൂ വരുന്ന എവിടെന്നാ നോക്കിക്കേ. ലൂ നോർത്ത് സൈഡില് അല്ലെ. ലൂ ഹോട്ട് ഡ്രൈ വിൻസ് ആണ്. നമുക്ക് പകൽ സമയങ്ങളിലാണ് നോർത്ത് ഇന്ത്യയില്, നോർത്തും അതുപോലെ വെസ്റ്റേൺ സൈഡിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് ലൂ വീശുന്നത്. ഓക്കെ. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് കാൽബൈശാഖിനെ പറ്റി ചോദിക്കാറുണ്ട്. കാൽബൈശാഖി ഇതെന്ന് വെച്ചാൽ ഈസ്റ്റേൺ സ്റ്റേറ്റ്, അതായത് വെസ്റ്റ് ബംഗാള്, ആസാം, ബംഗ്ലാദേശിന്റെ കുറച്ച് പാർട്ട്, ഒഡീഷ, ബീഹാർ ഇവിടെയൊക്കെയാണ് ഉഷ്ണ സമയത്ത് കാൽബൈശാഖി വീശാറുള്ളത്. പിന്നെ ബർദോയി ചില എന്ന് പറഞ്ഞിട്ട് ആസാമിൽ വീശുന്ന ഒരു കാറ്റാണ്. ബർദോയി ചില. ഇതും ഉഷ്ണ സമയത്ത് വീശുന്നതാണ് കേട്ടോ. പ്രീ മൺസൂണൽ വിൻസ് ആണ്. അത് ഓർത്തു വെച്ചേക്കുക. എവിടെയാണ് വീശുന്നതാണ് ബർദോയി ചില വീശുന്ന എവിടെയാണെന്ന് ചോദിക്കുന്നത്. എവിടെയാണ് ആൻസർ? ആസാമില്. അതുപോലെ ആസാമിന്റെ ആ ഒരു ഏരിയയിലാണ് ബർദോയി ചില വീശുന്നത്. പിന്നെ അതുപോലെ മാംഗോ ഷവേഴ്സ് എപ്പോഴും ചോദിക്കും. പ്രീ മൺസൂൺ, ഇത് ഉഷ്ണകാലത്താണ് കേട്ടോ. മാംഗോ നമ്മുടെ കർണാടക, കേരള റീജിയൻ, കേരളത്തിന്റെ കുറച്ച് കർണാടക റീജിയനിലാണ് കൂടുതലായിട്ട് മാംഗോ ഷവേഴ്സ് വരുന്നത്. മാങ്ങ പഴുത്ത് പാകമാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു തരം കാറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നത്. എലിഫന്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൺസൂണിന് തൊട്ട് മുമ്പായിട്ട് കേരളത്തിന്റെ പ്രദേശങ്ങളിൽ, മലബാർ കോസ്റ്റ് റീജിയനിൽ ഇവിടുന്ന് സൗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വീശുന്ന ഒരു കാറ്റുണ്ട്, എലിഫന്റ. അത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും ഓർത്തു വെച്ചേക്കുക. ലൂ, കാൽബൈശാഖി, ബർദോയി ചില, മാംഗോ ഷവർ, എലിഫന്റ, ആന്റി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ആന്റി, കാലി ആന്റി എന്നും വിളിക്കും. ഇത് ഡസ്റ്റ് സ്ട്രീംസ് ആണ്. നോർത്ത് വെസ്റ്റേൺ സെൻട്രൽ പോർഷനിലൊക്കെ പൊടിക്കാറ്റ് വീശുന്ന ആന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റും കൂടി ഉണ്ട്. അപ്പൊ ലൂ, കാൽബൈശാഖി, ബർദോയി ചില, മാംഗോ ഷവർ, എലിഫന്റ ഇത്രയും ലോക്കൽ വിൻസ് ഇൻ ഇന്ത്യ ആണ്. വേറെ ലോക്കൽ വിൻസ് ഉണ്ട്, ചിനൂക്ക്, മിസ്റ്ററിലൊക്കെ. ലോകത്തിന്റെ എടുത്ത് നോക്കുവാണെങ്കിൽ വേൾഡിൽ വേറെ കുറെ ഉണ്ട്. തൽക്കാലം ലോക്കൽ വിൻസ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഉറപ്പായിട്ട് ഇത് പഠിച്ചു വെച്ചേക്കുക. ഏതെങ്കിലും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഈസ് റിലേറ്റഡ് ടു ഗാന്ധി സത്യാഗ്രഹ ഓഫ് ദ ഇയർ 1917? 1917 ഗാന്ധിജിയുടെ സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ്, ചമ്പാരൻ ഒക്കെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത സത്യാഗ്രഹങ്ങളാണ്. ഇവിടെ 1917 അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം, ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയാണ്? ബീഹാറിലെ ചമ്പാരനിലാണ്. അവിടുത്തെ നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് അദ്ദേഹം. തിങ്കതീയ സമ്പ്രദായവുമായിട്ട് റിലേറ്റ് ചെയ്ത്, നിങ്ങളുടെ അടുത്ത് ചോദിക്കും, തിങ്കതീയ സമ്പ്രദായവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് എവിടെയാണെന്ന്. അത് ചമ്പാരൻ. അതിനുശേഷം അഹമ്മദാബാദ്, ഖേദ. ഇത് രണ്ടും എവിടെയാ? ഇത് ബീഹാർ ആണ് കേട്ടോ. ചമ്പാരൻ എവിടെയാണെന്നൊരു PYQ ആണ്. ബീഹാർ ആണ്. അഹമ്മദാബാദും ഖേദയും വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അഹമ്മദാബാദിലാണെങ്കിൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. ഇത് അഹമ്മദാബാദ് മില്ലുടമകൾക്ക് എതിരെയാണ് അദ്ദേഹം. അത് ഫാസ്റ്റിംഗ് ആയിരുന്നു. നിരാഹാര സത്യാഗ്രഹമായിരുന്നു. മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് അഹമ്മദാബാദിലാണ് കേട്ടോ. ഇത് രണ്ടും 1918ലാണ്. ഖേദയും അഹമ്മദാബാദ് മിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് അഹമ്മദാബാദ് മിൽ സത്യാഗ്രഹം നടത്തുന്നത്. ഖേദയും അതുപോലെ ഖേദ ടാക്സ് കുറയ്ക്കുക വെച്ചാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്ലേഗ് അതുപോലെ മലേറിയ ഒക്കെ പടർന്നു പിടിക്കുന്ന സമയത്ത് ഇവർ കർഷകരുടെ ടാക്സ് ഒന്നും വെട്ടിക്കുറയ്ക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഖേദയില് ആദ്യമായിട്ട് അദ്ദേഹം ടാക്സ് അടയ്ക്കണ്ട, നിങ്ങൾ അടയ്ക്കാതെ പ്രതികരിക്കാം എന്നൊക്കെ പറയുന്ന സത്യാഗ്രഹമാണ് ഖേദ. 1918. അത് ഗുജറാത്താണ്. അഹമ്മദാബാദിലെ മില്ലുടമകൾക്ക് എതിരെ, അതായത് പ്ലേഗ് സമയത്ത് ഇവർ കൊടുത്തിരുന്ന ബോണസ് നിർത്തലാക്കുന്നു മില്ലിലെ തൊഴിലാളികൾക്ക്. അപ്പൊ അതിനെതിരെ മില്ലിലുള്ള മില്ലുടമകൾക്കെതിരെ നടത്തുന്ന സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയും പങ്കുചേരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ബോണസ് 35% ശമ്പള വർധനവ് ബോണസ് ഇവർക്ക് എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത് തൊഴിലാളികൾക്ക്. അത് വിജയമായിരുന്നു കേട്ടോ. ഗാന്ധിജിയുടെ ഈ 3 വിജയമായിരുന്നു. പിന്നെ ബർദോളിയിൽ സത്യാഗ്രഹം നടത്തുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്.
വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ? തിങ്കതീയ സമ്പ്രദായവുമായി റിലേറ്റ് ചെയ്ത സത്യാഗ്രഹം ചമ്പാരനാണ്. 1917 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരനാണ്. ചമ്പാരൻ ബീഹാറിലാണ്. ഖേദയും അഹമ്മദാബാദും 1918 നടത്തുന്ന സത്യാഗ്രഹങ്ങളാണ്. രണ്ടും ഗുജറാത്തിലാണ്. അഹമ്മദാബാദിൽ മില്ലുടമകൾക്കെതിരെയാണ്. ഖേദ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തന്നെയാണ്. ടാക്സ് കുറയ്ക്കാത്തതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് വരുമാനം ഇല്ലാത്ത സമയത്ത് ഇവർക്ക് എക്സ്ട്രാ നികുതി അടയ്ക്കുന്നത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഖേദയിൽ സമരം നടത്തുന്നത്. ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. വീണ്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സെയിം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിലെ പല ഷിഫ്റ്റുകളിലായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ചോദിച്ചാണ് പറഞ്ഞേക്കുന്നത്. they promote welfare of individuals, hence they are personal and individualistic എന്നാണ് പറയുന്നത്. അടുത്ത, they have moral and political sanctions, they aim at establishing social and economic democracy in the country. Already is option നമുക്ക് ഒരു ഷിഫ്റ്റിൽ ചോദിച്ചു. they are positive as they require the state to do certain things. അതും ശരിയാണ്. ഈ രണ്ടെണ്ണം നമുക്ക് ശരിയാണെന്നറിയാം അല്ലെ. they have moral and political sanctions. അതും ശരിയാണ്. moral and political values ഉണ്ട്. ഇനി ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് മാത്രം അല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത്, അത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പറയുന്നുണ്ട്. സോ അത് പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് പറയുന്നത് തെറ്റാണ്. അസ് എ ഹോൾ, സൊസൈറ്റി അസ് എ ഹോൾ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് അത് തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹുമയൂൺ 13-year-old അക്ബർ വാസ് കൊറോണേറ്റഡ് ഇൻ 1556 അറ്റ് കലനൂറിൻ. ഏത് സ്ഥലത്താണ്? രാജസ്ഥാനാണോ, ഗുജറാത്താണോ, ബംഗാളാണോ, പഞ്ചാബാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് പഞ്ചാബാണ്. പഞ്ചാബിലെ കലനൂരിൽ വെച്ചിട്ടാണ് അക്ബർ എന്ത് ചെയ്യുന്നത്? രാജാവായിട്ട്. അദ്ദേഹത്തിന് 13 വയസ്സേ ഉള്ളൂ കേട്ടോ. 13 വയസ്സ്. കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വളർത്തെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ബൈറാം ഖാൻ ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് കേട്ടോ. പിന്നീട് ബൈറാം ഖാനെ അദ്ദേഹം പുറത്താക്കി. അങ്ങനെ ഒരു കഥയുണ്ട്. അദ്ദേഹം ബൈറാം ഖാനെ പുറത്താക്കിയിട്ട് മെക്കയിലേക്ക് പോകുന്ന വഴിക്ക് ബൈറാം ഖാൻ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ബൈറാം ഖാന്റെ ഭാര്യയും കുട്ടിയും ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ മുഗൾ ചക്രവർത്തിയാണ്. നമുക്ക് അടിപൊളിയായിട്ട് മുഗൾ പഠിക്കണം. അപ്പൊ മുഗൾ ചക്രവർത്തിയാണ്. 1556 തൊട്ട് 1605 വരെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന കാലഘട്ടമാണ് അക്ബറിന്റെ കാലഘട്ടം. 1556 തൊട്ട് 1605. ഇദ്ദേഹത്തിന്റെ പിതാവാണ് ഹുമയൂൺ അല്ലെ. ഹുമയൂണിന്റെ മകനാണ് ഹുമയൂൺ. ഈ നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ബാബറിന്റെ പിന്മുറക്കാരൻ ഹുമയൂൺ. ഹുമയൂണിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൻ ആരാണ്? അക്ബർ. പിന്നീട് ആരാണ് വരുന്നത്? ജഹാംഗീർ ആണ്. ജഹാംഗീർ. ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെല്ലാം ഒന്നും പറയുന്നില്ല. ഇതാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ബാബർ, ഹുമയൂൺ, ദെൻ അക്ബർ. അക്ബർ 13-ാം വയസ്സിൽ ഭരണത്തിൽ ഏറുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കുറച്ചുനാൾ ഭരിക്കുന്നത് ബൈറാം ഖാൻ ആണ്. ബൈറാം ഖാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഹുമയൂണിന്റെ വിശ്വസ്തനായ ബൈറാം ഖാൻ കുറച്ചുനാൾ ഭരിക്കുന്നുണ്ട്. 13-ാമത്തെ വയസ്സിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിൽ എത്തുന്ന മുഗൾ രാജാവ് കൂടിയാണ് അക്ബർ. ഒരുപാട് നല്ല ഭരണപരിഷ്കാരങ്ങൾ ചെയ്തിട്ടുള്ള ഭരണാധികാരിയാണ് അക്ബർ. അദ്ദേഹത്തെ പറ്റി നമുക്ക് മുഗളിന്റെ ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ദിശയുടെ ആപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നമ്മുടെ SSC CGL-ലുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് മിക്സഡ് ആയിട്ട് കുറച്ച് PYQs ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ക്ലാസ്സുകൾ, ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CGL കോഴ്സ് നമുക്ക് ഡിസംബർ 10 മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിന്റെ കോഴ്സ് റേറ്റ് 899 അല്ല, നിങ്ങൾക്ക് 7000 രൂപയ്ക്ക് ഇപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ്. സോ SSC CGL-ലുമായിട്ട് റിലേറ്റ് ചെയ്ത്, കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ബേസിക് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ലൈവും ഉണ്ട്, റെക്കോർഡഡും അവൈലബിൾ ആണ്. ദിശയുടെ ആപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിപ്പിച്ചതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഈ വർഷം തന്നെ നല്ലൊരു പോസ്റ്റിൽ കയറാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.